ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. മുട്ടയില്ലാതെ ഗോതമ്പ് പൊടി വെച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഗോതമ്പ് പൊടി വേണം, ഒരു അര കപ്പ്. പിന്നെ വേണ്ടത് ആപ്പിളാണ്, ഒരെണ്ണം. കയ്യിൽ ഏത് പഴമുണ്ടോ അതെടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാര ആവശ്യത്തിന്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ വേണം, 1 ടേബിൾ സ്പൂൺ. പാല് 1/2 ഗ്ലാസ് വേണം. പിന്നെ വേണ്ടത് ബദാമാണ്, ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, ഒരു 7 എണ്ണം. പിന്നെ വേണ്ടത് ബട്ടർ വേണം, അത് 2 ടേബിൾ സ്പൂൺ. ബേക്കിംഗ് പൗഡർ വേണം, 1 ടേബിൾ സ്പൂൺ. നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഗോതമ്പ് പൊടി വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടുക. ഇത് ഉരുകി വരുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് വറുത്തെടുക്കാം. വെണ്ണ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർക്കാം. ഒരു ബ്രൗൺ നിറം ആവുന്ന വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഇത്രയും മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗോതമ്പ് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയിലിട്ട് ആപ്പിളും അതുപോലെ തന്നെ പഞ്ചസാരയും പാലും കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സിയിലേക്ക് ആപ്പിൾ ഇടാം. പിന്നെ വേണ്ടത് പഞ്ചസാര, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലിട്ടാൽ മതി. പിന്നെ വേണ്ടത് പാല്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലെടുത്ത് ഒഴിക്കുക. ഇനി നന്നായിട്ട് അടിച്ചിട്ട് വരാം. നമ്മൾ ആപ്പിളും പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മുമ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ചേർക്കാം. പിന്നെ വേണ്ടത് എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തൊരു ബേക്കിംഗ് സോഡയും ചേർക്കാം, പക്ഷേ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരച്ചിട്ട് വന്ന മിൽക്ക് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എസൻസ് ചേർക്കേണ്ടവർക്കാണെങ്കിൽ എസൻസ് ചേർക്കാം. ഇപ്പോൾ ഞാൻ എസൻസ് ചേർക്കുന്നില്ല. ഇപ്പം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. നമ്മൾ ഇപ്പോൾ നന്നായിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാം കൂടെ ചേർക്കാം. വേണമെങ്കിൽ കശുവണ്ടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഏത് നട്ടാണോ ഉള്ളത് അത് ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മിക്സ് ഇറക്കി വെക്കാം. നമ്മൾ വെള്ളം തിളച്ചപ്പോൾ നമ്മുടെ ആ മിക്സ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ഇടാതെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ കുക്കർ അടച്ചിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടില്ല. ഇനി നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, മുട്ടയില്ലാതെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക.